ഈ ഫോട്ടോയ്ക്ക് പിന്നിലെ കഥ. ഈ ഫോട്ടോ ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുഹൂർത്തമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒരു ക്രിക്കറ്റ് മുഹൂർത്തത്തിന്റെ ബാക്കി ചിത്രമാണിത്. ഇന്ത്യയുടെ 1996 ലോകകപ്പ് ദുരന്തത്തിൽ കരഞ്ഞുകൊണ്ട് ക്രീസ് വിടുന്ന വിനോദ് കാംബ്ലിയുടെ ചിത്രം. 96 മാർച്ച് 13 അത്. ഈഡൻ ഗാർഡൻസിൽ ഇന്ത്യയുടെ അപ്രതീക്ഷിത കൂട്ടത്തകർച്ച കണ്ട് കാണികൾ ഗ്രൗണ്ട് കയ്യേറിയ നിമിഷം. കളി തടസ്സപ്പെടുന്നു. നാട്ടിൽ നടന്ന ഈ ലോകകപ്പിൽ സെമിയിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ സച്ചിൻ നൽകിയ നല്ല തുടക്കത്തിന് ശേഷം പെട്ടെന്ന് ഒരുപാട് വിക്കറ്റുകൾ കൊഴിയുന്നു. ഇന്ത്യ തോൽവിയെ മുന്നിൽ കാണുന്നു. ആ സമയത്താണ് കളി ഇങ്ങനെ തടസ്സപ്പെടുന്നത്. നമുക്കറിയാം, സച്ചിന്റെ കാലഘട്ടത്തിൽ കളി കണ്ടു വളർന്ന അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ഒരു 90s കിഡാണ് നിങ്ങളെങ്കിൽ 96 മാർച്ച് 13 നിങ്ങൾക്ക് മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു ദിവസമായിരിക്കും. ഈഡൻ ഗാർഡൻസിൽ നടന്ന ലോകകപ്പ് സെമി ഫൈനലാണ് വേദി. പാകിസ്ഥാനെതിരെ അതിന് മുമ്പത്തെ മത്സരത്തിൽ അവിശ്വസനീയമായ ക്വാർട്ടർ ഫൈനലിന് ശേഷം വെങ്കടേഷ് പ്രസാദ്, അജയ് ജഡേജ, സിദ്ധു അവരുടെയൊക്കെ മാസ് മുഹൂർത്തങ്ങൾക്ക് ശേഷം ആരാധകരിലും കളിക്കാരിലും ഒരുപോലെ ആത്മവിശ്വാസം ഉയർന്നിരുന്നു. എല്ലാത്തിനും ഒരു സച്ചിൻ ആ ഒരു സ്വപ്ന ടൂർണമെന്റ് ആസ്വദിക്കുകയായിരുന്നു. ബാറ്റ് കൊണ്ട് തിളങ്ങി നിൽക്കുകയായിരുന്നു. സച്ചിനായിരുന്നു ആ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ. 90കളിൽ വളർന്നു വന്ന ഒരു കുട്ടിയായിരുന്നു നിങ്ങളെങ്കിൽ ഒരുപക്ഷെ ആദ്യമായി ഹൃദയവേദന അനുഭവിച്ച ദിവസം കൂടിയായിരിക്കും ഇത്. അന്ന് ഈ മത്സരത്തിൽ സെമി ഫൈനലിൽ ലോക ചാമ്പ്യന്മാരായ ശ്രീലങ്കയ്ക്കെതിരെ ബാറ്റ് ചെയ്യുന്നതുവരെ എല്ലാം ശുഭകരമായിരുന്നു. ഫൈനലിൽ ഇടം നേടാൻ 252 റൺസ് പിന്തുടർന്ന ഇന്ത്യക്ക് സിദ്ധുവിന്റെ വിക്കറ്റ് തുടക്കത്തിൽ തന്നെ നഷ്ടമാകുന്നു. പക്ഷെ സച്ചിന് തടയാനൊന്നും ആർക്കും കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം സ്വതസിദ്ധ ശൈലിയിൽ ബാറ്റ് വീശിയപ്പോൾ ഒരു ഘട്ടത്തിൽ ഇന്ത്യ അനായാസം വിജയിക്കുമെന്ന നിലയിലായിരുന്നു. എന്നാൽ സ്കോർ 98 നിൽക്കെ സനത് ജയസൂര്യയുടെ പന്തിൽ സച്ചിൻ പുറത്താകുന്നു. അദ്ദേഹം തിരികെ നടക്കുമ്പോൾ നിരാശ ആ മുഖത്ത് നിയലിച്ചിരുന്നു. പിന്നീട് വിക്കറ്റുകളുടെ ഒരു കൂട്ടക്കൊഴിച്ചിലാണ് നമ്മൾ കണ്ടത്. സച്ചിന് ശേഷം വന്ന ക്യാപ്റ്റൻ അസർ പെട്ടെന്ന് പുറത്താകുന്നു. അസറുദ്ദീന്റെ പുറത്താകലിന് ശേഷം കാംബ്ലി 5ാം നമ്പറിൽ ഇറങ്ങിയപ്പോൾ സ്കോർ ബോർഡ് 99-3 എന്നായിരുന്നു. പിന്നീട് അത് 101-4 ആവുന്നു, 110-5 ആവുന്നു, 115-6 ആവുന്നു, 120-8 ആകുന്നു. ഇന്ത്യൻ ബാറ്റിംഗ് ചരിത്രത്തിൽ ഇല്ലാത്ത രൂപത്തിൽ കൊളാപ്സ് നേരിടുന്നു. ഇന്ത്യൻ ബാറ്റിംഗ് ഇങ്ങനെ തകരുമ്പോൾ കാംബ്ലി 29 പന്തിൽ നിന്നും 10 റൺസ് നേടി ഒരു ബൗണ്ടറി പോലും അടിക്കാതെ 49 മിനിറ്റോളം അവിടെ പിടിച്ചു നിരുന്നു. മധ്യനിരയിൽ അദ്ദേഹത്തിന്റെ ഒരു പോരാട്ടമായിരുന്നു അത്. പക്ഷേ കൊൽക്കത്ത കാണികൾ തങ്ങൾക്ക് മതിയെന്ന് തീരുമാനിച്ചപ്പോഴാണ് യഥാർത്ഥ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ആരാധകർ നിയന്ത്രണമില്ലാതെ പെരുമാറാൻ തുടങ്ങിയപ്പോൾ മത്സരം പാതി വഴിയിൽ അന്ന് നിർത്തേണ്ടി വന്നു, ഉപേക്ഷിക്കേണ്ടി വന്നു. വിനോദ് കാംബ്ലിക്കും ലക്ഷക്കണക്കിന് ആരാധകർക്കും കണ്ണുനീർ നിയന്ത്രിക്കാനായില്ല എന്ന്. അതിന്റെ ഒരു ചിത്രമാണിത്. വർഷങ്ങൾക്ക് ശേഷം കാംബ്ലി തന്നെ ഈ ദിവസത്തെ ഓർമ്മിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സച്ചിൻ പുറത്താകുന്നതുവരെ എല്ലാം നല്ലതായിരുന്നു, പക്ഷേ ഒരിക്കൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു. കാര്യങ്ങൾ അവിടെ നിന്ന് കൈവിട്ടു തുടങ്ങി. ഞാൻ ക്രീസിൽ ഇരിക്കുമ്പോൾ 5 ബാറ്റ്സ്മാൻമാർ പുറത്തായത് ഞാൻ ഓർക്കുന്നു. ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. അവരിൽ ഒരാളെങ്കിലും എന്നെ അന്ന് കൂട്ടുപിടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ മത്സരത്തിൽ വിജയിക്കാമായിരുന്നു. എൻ്റെ രാജ്യത്തിനു വേണ്ടി അത് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടുവെന്ന് കരുതിയിട്ടാണ് അന്ന് ഞാൻ കരഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ട സ്വപ്നത്തിൻ്റെ ഫോട്ടോ കൂടിയാണിത്.